ഓം നമോ നാരായണായ. പിന്നെ ശ്രീരാമന് 7 സാലവൃക്ഷങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. ബാലി മൽപിടുത്തം നടത്താറുള്ളവയാണിവ. ഒരു അമ്പിനാൽ 7 വൃക്ഷങ്ങളെയും ഒരുമിച്ച് ഭേദിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ബാലിയെ കൊല്ലാൻ കഴിയുമെന്ന് സുഗ്രീവൻ പറയുന്നു. ഇത് കേട്ട ശ്രീരാമൻ ഒരമ്പെയ്ത് 7 സാലവൃക്ഷങ്ങളെയും പിളർന്നതിനു ശേഷം ശൈലവും ഭൂമിയും ഭേദിച്ചുകൊണ്ട് ആവനാഴിയിൽ മടങ്ങിയെത്തി ആ സായകം. അപ്പോൾ സുഗ്രീവൻ പറയുന്നു, അങ്ങ് സാക്ഷാൽ പരമാത്മാവാണെന്ന് തീർച്ചയായി. പണ്ട് താൻ ചെയ്ത പുണ്യത്തിൻ്റെ ബലമായിട്ടാണ് ഇപ്രകാരം അങ്ങയെ ദർശിക്കാൻ സാധിച്ചത്. മോക്ഷമല്ലാതെ മറ്റെന്താണ് മോക്ഷതനായ അങ്ങയോട് താൻ അപേക്ഷിക്കുക? പിന്നെയുമർക്കാത്മജൻ പറഞ്ഞിടിനാൻ, മന്നവ സപ്തസാലങ്ങളിവയല്ലോ. ബാലിക്കു മൽപിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴുമിവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും. വട്ടത്തിൽ നിൽക്കുമിവറ്റെയൊരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികളീദൃശം കേട്ടൊരു സൂര്യാന്വയോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളിടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാശുതൻ തൂണീരമൻപോടു പുക്കോരനന്തരം. വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പി തൊഴുതു ചൊല്ലിടിനാൻ, സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യബലോദയം കൊണ്ടു കാൺമാനുമെനിക്കു യോഗം വന്നു. ജന്മമരണനിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായ വിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ.